ഇനി പറയുന്നത് ചില കാര്യങ്ങൾ വേണ്ട എന്ന വാക്ക് വെച്ചിട്ട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണ് എക്സിക്യൂട്ട് ആവുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ദ ലോ ഓഫ് അട്രാക്ഷൻ ഡസൻറ്റ് കമ്പ്യൂട്ട് ഡോണ്ട് ഓർ നോട്ട് ഓർ നോ. ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ 3 വാക്കുകളും ഇഷ്ടമല്ല, അല്ലെങ്കിൽ അത് കമ്പ്യൂട്ട് ചെയ്യുന്നില്ല, അതിന് മനസ്സിലാവുന്നില്ല. ഏതൊക്കെയാണ്? ഡോണ്ട്, നോട്ട്, നോ. ഓർ എനി അതർ വേർഡ്സ് ഓഫ് നെഗേഷൻ. നെഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരസ്കരിക്കുന്ന അല്ലെങ്കിൽ തള്ളിക്കളയുന്ന ഒരു വാക്കുകളും ആർക്കും ഇഷ്ടമല്ല, ലോ ഓഫ് അട്രാക്ഷൻ ഇഷ്ടമല്ല. സോ ആസ് യു സ്പീക്ക് വേർഡ്സ് ഓഫ് നെഗേഷൻ, ദിസ് ഈസ് വാട്ട് ദ ലോ ഓഫ് അട്രാക്ഷൻ ഈസ് റിസീവിങ്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള വേണ്ട നിഷേധാത്മകമായിട്ടുള്ള സംസാരങ്ങൾ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തകൾ ഉപയോഗിക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് രീതിയിലാണ് പുറത്തേക്ക് വരുന്നത്? നേരെ വിപരീതമായിട്ടാണ്. കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്, കുറച്ച് കൂടുതൽ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു 4-5 ഞാൻ പറയാം. ഐ ഡോണ്ട് വാണ്ട് ടു സ്പിൽ സംതിങ് ഓൺ ദിസ് ഔട്ട്ഫിറ്റ്. ഈ ഔട്ട്ഫിറ്റ് പറഞ്ഞ ഡ്രസ്സാണ്. അപ്പോൾ ഈ ഡ്രസ്സിന് എനിക്കൊന്നും പറ്റരുതില്ല, ഇതിലൊന്നും വീഴരുതെന്ന് പറഞ്ഞിട്ട് ഒരാൾ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുന്നത് എന്തിനാണ്? ഈ ഡോണ്ട് കേൾക്കില്ല, അത് ഐ വാണ്ട് ടു സ്പിൽ സംതിങ് ഓൺ ദിസ് ഔട്ട്ഫിറ്റ്. ലോ ഓഫ് അട്രാക്ഷൻ തിരിച്ചെന്താണ്? ഈ ഔട്ട്ഫിറ്റിൽ എന്തെങ്കിലും കറയാകണേ അല്ലെങ്കിൽ എന്തെങ്കിലും ചളിയാവണേ എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഐ ഡോണ്ട് വാണ്ട് എ ബാഡ് ഹെയർ കട്ട്. അപ്പോൾ ഇവിടെ ഒരാൾ പറഞ്ഞത് ഈശ്വര എനിക്ക് എൻ്റെ മുടി ചീത്തതാവരുതെന്നാണ്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് എനിക്ക് നല്ല ഹെയർ കട്ട് വേണമെന്നല്ല, എൻ്റെ ഹെയർ കട്ട് മോശമാവരുതെന്നാണ്. സ്വാഭാവികമായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്തു? ബാഡ് ഹെയർ കട്ടാണ് അയാൾക്ക് കിട്ടിയത്. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു ബി ഡിലേഡ്. ഈശ്വര ലേറ്റ് ആവരുതേ അല്ലെങ്കിൽ ഡിലേ ആവരുതേ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഡോണ്ട് വാണ്ട് ടു ബി ഡിലേഡ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ തിരിച്ചെന്താ കൊടുത്തത്? ഐ വാണ്ട് ഡിലേസ്. അയാൾക്ക് ഡിലേസ് ആണ് കൊടുത്തത്. അപ്പോൾ അയാൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഡോണ്ട് എന്നൊന്നും ആര് കൺസിഡർ ചെയ്യുന്നില്ല? ലോ ഓഫ് അട്രാക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അയാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലേറ്റ് ആവുമോ എന്നുള്ള ചിന്തയാണുള്ളത്. ആ ചിന്തയാണ് ഡൊമിനൻ്റ് ആയിട്ടുള്ളത്. ലേറ്റ് ആവും, ഞാനവിടെ വൈകിയെത്തും, നേരം വൈകും, ആകെ കൊളാവും, പരിപാടി ഫംഗ്ഷൻ കൊളാവും. അപ്പോൾ ഈ ഒരു ചിന്ത ആകുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് കൃത്യമായിട്ടുള്ള റെസ്പോണ്ടാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ വഴി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചിന്തകൾ മാറ്റേണ്ടുന്നതുണ്ട്. അതിന് എങ്ങനെ പോസിറ്റീവായിട്ടില്ലെങ്കിൽ ഡോണ്ട്, നോയും നെഗേഷൻസ് ഉള്ള വാക്കുകൾ, അത്തരത്തിലുള്ള നിഷേധാത്മകമായ വാക്കുകൾ ഉപയോഗിക്കാതെ എങ്ങനെ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം, ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് എത്താമെന്നുള്ളത് നമുക്ക് വഴിയെ അറിയാം. ഓക്കെ, ഇനിയിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കുക തന്നെ ചെയ്യും. ദ ലോ ഓഫ് അട്രാക്ഷൻ ഈസ് ഓൾവേസ് വർക്കിംഗ് വെദർ യു ബിലീവ് ഇറ്റ് ഓർ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓർ നോട്ട്. ഓക്കെ, നിങ്ങൾ വിശ്വസിച്ചാലും അതിന് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ശരി, ലോ ഓഫ് അട്രാക്ഷൻ ഈസ് ഓൾവേസ് വർക്കിംഗ്. It's working as much as you're thinking. Anytime your thoughts are flowing, the law of attraction is working. നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. When you are thinking about the past, the law of attraction is working. പാസ്റ്റിനെ പറ്റി, കഴിഞ്ഞ കാലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. When you are thinking about the present or the future, the law of attraction is working. ഭാവിയെക്കുറിച്ചോ വർത്തമാനത്തെക്കുറിച്ചോ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. It's an ongoing process. You don't press pause, you don't press stop. It's forever in action as your thoughts are. അതിനൊരു പോസ് സ്വിച്ചോ ഒരു സ്റ്റോപ്പ് സ്വിച്ചോ ഇല്ല. അത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ചിന്തകൾ പോലെ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. Whether we realize it or not, we are thinking most of the time. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, ഇല്ലെങ്കിൽ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും, നമ്മളെ സദാസമയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. If you are speaking or listening to someone, you are thinking. ഒരാൾ പറയുന്നത് കേൾക്കുകയോ ഇല്ലെങ്കിൽ അയാളുടെ അടുത്ത് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. If you are reading the newspaper or watching the television, you are thinking. TV കാണുമ്പോഴോ പത്രം വായിക്കുമ്പോഴോ നമ്മൾ ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. When you recall memories from your past, you are thinking. കഴിഞ്ഞ കാലത്തിലെ ഒരു ഓർമ്മ നമ്മൾ വീണ്ടെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്. When you are considering something in your future, you are thinking. ഭാവിയിൽ വരാനിരിക്കുന്ന എന്തെങ്കിലും പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്. When you are driving, you are thinking. When you are getting ready in the morning, you are thinking. For many of us, the only time we are not thinking is when we are asleep. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുമ്പോഴാണ് ശരിക്കും നമ്മൾ ചിന്തകൾ കുറച്ച് കുറവ് എന്ന് പറയാൻ വേണമെങ്കിൽ. However, എന്നിരുന്നാലും the forces of attraction are still operating on our last thoughts as we fall asleep. നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേയുള്ള നമ്മുടെ ചിന്ത എന്തായിരുന്നു, അതിനെ ചുറ്റിപ്പറ്റി വീണ്ടും അപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഉറങ്ങുമ്പോൾ പോലും. മേക്ക് യുവർ ലാസ്റ്റ് തോട്ട്സ് ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് ഗുഡ് തോട്ട്സ്.
ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നുള്ള ചിന്തകൾ തീർച്ചയായിട്ടും നല്ല ചിന്തകളാകാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ക്രിയേഷൻ ഈസ് ഓൾവേസ് ഹാപ്പനിങ്. Every time an individual has a thought or a prolonged chronic way of thinking, you are in the creation process. Something is going to manifest out of those thoughts. ഇതിൻ്റെ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതെപ്പോഴും നടക്കുന്നുണ്ട്. നമ്മൾ ആ ക്രിയേഷൻ പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ്. വാട്ട് യു ആർ തിങ്കിങ് നൗ ഈസ് ക്രിയേറ്റിംഗ് യുവർ ഫ്യൂച്ചർ ലൈഫ്. ഇപ്പം നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഭാവിയെ സൃഷ്ടിക്കുന്നത്. യു ക്രിയേറ്റ് യുവർ ലൈഫ് വിത്ത് യുവർ തോട്ട്സ്. നമ്മുടെ ഭാവി, നമ്മുടെ ജീവിതം സൃഷ്ടിക്കുന്നത് നമ്മുടെ ചിന്തകളിലൂടെയാണ്. ബിക്കോസ് യു ആർ ഓൾവേസ് തിങ്കിങ്, യു ആർ ഓൾവേസ് ക്രിയേറ്റിംഗ്. കാരണം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വാട്ട് യു ആർ തിങ്കിങ് അബൌട്ട് ദ മോസ്റ്റ് ഓർ ഫോക്കസ് ഓൺ ദ മോസ്റ്റ് ഈസ് വാട്ട് വിൽ അപ്പിയർ ഇൻ യുവർ ലൈഫ്. നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അധികം എന്തിലാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അത് തന്നെയാണ് നമ്മുടെ ജീവിതമായി മാറുന്നതും. വാട്ട് എവർ യു സോ യു ഷാൽ റീപ്പ് എന്നാണല്ലോ, നമ്മൾ എന്താ വിതച്ചതേ കൊയ്യൂ എന്ന് പറയും നമ്മൾ. അതുപോലെ ഇഫ് യു ആർ കംപ്ലൈനിങ്, ദ ലോ ഓഫ് അട്രാക്ഷൻ വിൽ പവർഫുള്ളി ബ്രിങ് ഇൻ ടു യുവർ ലൈഫ് മോർ സിറ്റുവേഷൻസ് ഫോർ യു ടു കംപ്ലൈൻ അബൌട്ട്. നമ്മൾ കംപ്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരത്തിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ പരാതി പറയാൻ വേണ്ടി വീണ്ടും അത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇഫ് യു ആർ ലിസണിങ് ടു സംവൺ എൽസ് കംപ്ലൈനിങ് ആൻഡ് ഫോക്കസിങ് ഓൺ ദാറ്റ്, സിമ്പത്തൈസിങ് വിത്ത് ദം, അഗ്രീയിങ് വിത്ത് ദം, ഇൻ ദാറ്റ് മൊമെൻറ്റ് യു ആർ അട്രാക്റ്റിംഗ് മോർ സിറ്റുവേഷൻസ് ടു യുവർ സെൽഫ് ടു കംപ്ലൈൻ അബൌട്ട്. അതുപോലെ തന്നെ നമ്മൾ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ കംപ്ലയിൻറ്റ് കേൾക്കുകയും അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി ആരെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന കൂടുതൽ അത്തരം മോശം സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയേ ചെയ്യുള്ളൂ. ദ ലോ ഈസ് സിംപ്ലി റിഫ്ലക്റ്റിംഗ് ആൻഡ് ഗിവിംഗ് ബാക്ക് ടു യു എക്സാക്ട്ലി വാട്ട് യു ആർ ഫോക്കസിങ് ഓൺ വിത്ത് യുവർ തോട്ട്സ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ വെറും ഒരു പ്രതിഫലനം മാത്രമാണ് ഈ നിയമം ചെയ്യുന്നത് എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നത്. The power of your mind. You attract you to the predominant thoughts that you are holding in your awareness, whether those thoughts are conscious or unconscious. That's the rub. That means നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചിന്തകളാണ് ഏറ്റവും പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ളത്, നമ്മുടെ മുന്തി നിൽക്കുന്ന, പ്രൊഡോമിനൻ്റ് മീൻസ് മുന്തി നിൽക്കുന്ന ചിന്തകൾ. പക്ഷേ അത് അറിഞ്ഞോ അറിയാതെയോ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി നമ്മളിൽ സംഭവിക്കുന്നതായിരിക്കാം. So here, whether you have been aware of your thoughts in the past or not, now you are becoming aware. നിങ്ങൾ നിങ്ങളുടെ മുൻകാലത്തെ കഴിഞ്ഞുപോയ കാലത്തിൽ നിങ്ങളുടെ ചിന്തകളെപ്പറ്റി ബോധവാനായിരുന്നോ, അവെയർ ആയിരുന്നോ എന്നുള്ളതെല്ലാം മറന്നേക്കൂ. പക്ഷെ ഇപ്പോൾ now you are becoming aware. Because right now, with the knowledge of the secret, you are waking up from a deep sleep and becoming aware. ഇപ്പോൾ നിങ്ങൾ ഈ പുസ്തകം വായിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന്, ഇല്ലെങ്കിൽ ഗാഢമായ നിദ്രയിൽ നിന്ന് നിങ്ങളിപ്പോൾ ഉണരുകയും നിങ്ങൾ കൂടുതൽ ജാഗരൂകരാകുകയും ചെയ്യുകയാണ്. അവെയർ ഓഫ് ദി നോളജ്, അവെയർ ഓഫ് ദി ലോ, അവെയർ ഓഫ് ദി പവർ യു ഹാവ് ത്രൂ യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകളിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന, ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാത്തിനെ പറ്റിയും ബോധവാനായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചിന്തയെപ്പറ്റി, നിങ്ങളുടെ അറിവിനെപ്പറ്റി, നിങ്ങളുടെ നിയമങ്ങളെപ്പറ്റി, നിങ്ങളുടെ ശക്തിയെപ്പറ്റി. നിങ്ങൾക്ക് ചിന്തകൾ വഴി, തോട്ടുകൾ വഴി കിട്ടാവുന്ന ശക്തിയെപ്പറ്റി നിങ്ങളിപ്പോൾ മുന്നത്തേക്കാൾ കൂടുതൽ ബോധവാന്മാരാണ്. If you look very carefully when it comes to the secret and the power of our mind and the power of our intention in our daily lives, it all around us. All we have to do is open your eyes and look. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളുടെ ശക്തിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. പക്ഷേ ആകെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം കണ്ണു തുറന്ന് അത് നോക്കുക എന്നുള്ളതാണ്. You can see the law of attraction everywhere. You draw everything to yourself. The people, the job, the circumstances, the health, the wealth, the depth, the joy, the car that you drive, the community that you are in, and you have drawn them all to you like a magnet. What do you think about you bring about? Your whole life is a manifestation of the thoughts that go on in your head. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് എവിടെയും കാണാം. ഓക്കെ, യു ഡ്രോ എവറിത്തിങ് ടു യുവർ സെൽഫ്. നിങ്ങളെല്ലാത്തിനെയും ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം നിങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ, ജോലി, സാഹചര്യങ്ങൾ, ഹെൽത്ത്, വെൽത്ത്, ഡെപ്ത്, നിങ്ങൾക്കുണ്ടാകുന്ന കടബാധ്യതകൾ, നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ ഓടിക്കുന്ന കാറ്, ആൻഡ് നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹം വരെ, കമ്മ്യൂണിറ്റി വരെ,
ആൻഡ് നിങ്ങളതെല്ലാം നിങ്ങളിലേക്ക് ആവാഹിക്കുകയാണ് ഒരു കാന്തത്തിനെ പോലെ, ലൈക്ക് എ മാഗ്നറ്റ്. വാട്ട് യു തിങ്ക് അബൌട്ട് യു ബ്രിങ് അബൌട്ട്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് നിങ്ങൾക്ക് എത്തിച്ചേരുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വിളിച്ചു വരുത്തുകയാണെന്ന് പറയാം, ഒരു കാന്തത്തിനെ പോലെ. യുവർ ഹോൾ ലൈഫ് ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ തോട്ട് ദാറ്റ് ഗോ ഓൺ ഇൻ യുവർ ഹെഡ്. നിങ്ങളുടെ മുഴുവൻ ജീവിതം, നിങ്ങളുടെ ഈ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളുടെ ഒരു പ്രതിഫലനമാണ്, ഒരു പ്രദർശനമാണ്.